കാടും മേടും തേടി വരുന്നൊരു മാടനുമുണ്ടേ പേടിയുന്നേ. കാടുമാറിക്കൂര വരുമ്പോൾ മാടനുമില്ലേ ഒരിടം. കൊണ്ടുപോടാ, എത്ര നേരം വേണം ഇരിക്കാൻ വേഗം കൊണ്ടുപോടാ ഇങ്ങോട്ട്. മീനെ പിടിക്കാൻ പറ്റാ, നീ മീനെ പിടിയടാ, പിടിയടാ പിടിയടാ. ആ പിടിയടാ മീനെ. ആനയാണോടാ അത്? നീ ഒറ്റയാനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എങ്കിലേ ഒറ്റയാനെ നിലയ്ക്ക് നിർത്താനായിട്ട് ഒരു ചാങ്കുച്ചൊക്കെ വേണം. അതിനെ ഒരൊറ്റ സൂത്രപ്പണിയുണ്ട്. കറുപ്പ്. ആ എടാ, കറുപ്പ് കഴിച്ചാൽ ഏതൊറ്റയാൻ വന്നാലും ഉണ്ടല്ലോ അവന്റെ കണ്ണി നോക്കിയിട്ട് അവിടെ നിൽക്കും. എടാ വേറൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? ഈ കറുപ്പ് തിന്നാലുണ്ടല്ലോ ഭയങ്കര അങ്ങനെ ഒരു ദിവസം വിശന്ന് ഞാൻ പറമ്പിൽ കൂടെ നടന്നപ്പോ എന്റെ വലിപ്പത്തിലുണ്ട് ഒരു കൂഴച്ച. ഞാനത് മുഴുവനത്തേനൊക്കെ തിന്നു. ചുമ്മാ അല്ലടാ, നീ തിന്നിട്ടില്ലല്ലോ. ആ എങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ ഞാനേ പറമ്പിലോട്ടൊന്ന് തൂറാൻ ചെന്നപ്പോഴുണ്ടല്ലോ എടാ ഈ വലിപ്പത്തിലുണ്ട് ഒരു തീട്ടൊക്കെ. പിന്നെ നീ കണ്ടിട്ടില്ലല്ലോ. എടാ അതിനകത്തൊരു ചക്കക്കുരു. ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു കുഴി എടുത്ത് അങ്ങ് മൂടി. എടാ അതിപ്പോ ഒരു പ്ലാവായി കാണുമെടാ. ചേച്ചിയേ 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 ചേച്ചി ചക്കയൊന്നും വിളഞ്ഞു കിടപ്പുണ്ടായിരുന്നു, പറിച്ചോട്ടെ. ഏത് പ്ലാവിലാടി? ആ വടക്കപ്പുറത്തെ പശുക്കൂടിന്റെ പുറകില്. അത് പറിച്ചു. ശരി ചേച്ചി, പകുതി തുണ്ടി ഇങ്ങനെ എടുക്കട്ടെ. വേണ്ട, ഇവിടെ ഉണ്ടടി. ഓ ആരാടിയത്? മത്സ്യ ചക്ക പറിച്ചോട്ടേന്ന്. എന്നിട്ട് നീ പറിച്ചോളാൻ പറഞ്ഞു? കൂഴയാമ്മച്ചി കൊണ്ടുപോട്ടെന്നേ. ഏത് പ്ലാവിന്റെ അടി? നമ്മുടെ വടക്കേപ്പുറത്തെ പശുക്കൂടിന്റെ പുറകില്. നീ എന്നൊന്ന് നോക്കിക്കേ. അതല്ലേലും വീണ് പോത്തല്ലേ ഉള്ളൂ. എടാ ജോസഫനെ, നീ എന്നൊന്ന് നോക്കിക്കേ. നിന്റെ അമ്മയ്ക്ക് നോട്ടമൊന്നുമില്ല. ഏത് പ്ലാവിലെ അമ്മച്ചി? നമ്മുടെ വടക്കേപ്പുറത്തെ പശുക്കൂടിന്റെ പുറകില്. അത് കൂടിയല്ലേ കൊണ്ടുപോകും. ഓ എന്റെ മാത്തുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പോവാ, ഞാൻ പോവാ. മതിയോ? രാവിലെ ഒരു പരിപാടി അവിടെ പോയി കണ്ടുപിടിക്കാം. രാവിലെ കണ്ടു ചക്കയൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. എവിടെ നിന്നാടി ചക്ക? അപ്പത്തൂന്ന. കൂഴിയാണോ വരികയാണോ? ഓ കുഴിയാ. ആരെയാടി? ഓ നിങ്ങളുടെ ഒന്നും അല്ലെന്നേ. മണ്ണിനോടും മലമ്പാമ്പിനോടും പടവെട്ടി വളർന്നൊരു നാട്. എന്തിനുമേതിനും കാര്യമറിയാതെ കേറി കാടിക്കും സ്വഭാവം. മണ്ണു കിളച്ചു കിളച്ചു മറിച്ചവർ പൊന്നു വിളയിക്കുമ്പോഴും എന്തിനുമേതിനും കാര്യമറിയാതെ കേറി കാടിക്കും സ്വഭാവം. എന്റെ ചായ ഒന്ന് വേഗം നടക്കും. വീട്ടിൽ കാന്താരി പോലെ എരിക്കുന്ന വാക്കുകൾ നാക്കിൽ നിന്നൂരിത്തെറിക്കും. കാന്താരി പോലെ എരിക്കുന്ന വാക്കുകൾ നാക്കിൽ നിന്നൂരിത്തെറിക്കും. ഒന്ന് പറഞ്ഞു രണ്ടാമത് ചാടിയ കത്തിയെടുക്കുന്ന ശീലം. ഒന്ന് പറഞ്ഞു രണ്ടാമത് ചാടിയ കത്തിയെടുക്കുന്ന ശീലം. കത്തിയെടുക്കുന്ന ശീലം. തല തല്ലി പൊട്ടിക്കുന്ന പൊടിച്ചിരിക്കും. നീ മര്യാദ എന്നാ മാനിതേ നിങ്ങൾ ചക്കയൊന്നും വേണ്ട, ഞാൻ പോയേക്കുക. എനിക്കറിയാൻ മേച്ച ഞാൻ ചക്ക പ്ലാവുന്നു. ചുമ്മാ മനുഷ്യനെ ചുമ്മാതെ രണ്ടു മട്ടാ നീ. എന്നാ ഇവിടെ ബഹളം? ഞാൻ പറയാലോ, ഞങ്ങൾ അവറാൻ പറ. അത് വന്നേ
അച്ഛോ എന്റെ പറമ്പിന്റെ അതിൽ നിൽക്കുന്ന ഒരു പ്ലാവാണ് അത് വീണ ഒരാളെ കൂടി പിള്ളേഴ്സിന്റെ എല്ലാം കൂടി എന്റെ തലയിൽ പിടിക്കണം വന്നിരിക്കുക. അങ്ങനെ പറഞ്ഞു. അവനെ കൂടി വന്നു. അല്ല അത് ചോദിക്കണല്ലോ. അല്ല അവറാന്റെ ചക്ക തന്നെയല്ലേ അത്? ഒരു 500 കിട്ടും. 500 രൂപയോ? ആ എന്നാത്തിന്? അമ്മാരെ പെട്രോൾ ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നു. ആരൊന്നും അമ്മാര് പണിയെല്ലാം കഴിഞ്ഞ് വന്നു. അമ്മയോടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എടുക്കട്ടെ. ഈ കേസോട് ഞാൻ തീർക്കില്ല. നീ മാറി എത്ര വേണം? ഒരു 500 മതി. 500? നിന്നോട് ആരെങ്കിലും വരാൻ പറഞ്ഞു. ഞാൻ നോക്കില്ലേ. അല്ല അവരെ കൊണ്ട് വന്നു. എന്നാ കേസോട്ടാ ഇങ്ങോട്ട് വന്നേ? ചേട്ടാ വിളിക്കും ഇങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ പറ്റും. ഞാൻ പോകട്ടെ പോവാണേ. ആ പോ. എന്നാണെങ്കിലും വിളിക്കണേ. എന്നാ നമ്മൾ വല്ല നടക്കുമോ? ഇത് പറഞ്ഞാൽ ജോസ്മോനെ അവറാന്റെ ചക്കൻ കൊടുത്തു. അച്ഛൻ എന്നെ പറഞ്ഞാൽ പറയുന്നത് എന്റെ ചക്കയത് എന്റെ വാവിലുണ്ടാക്കാം. ഈ പ്ലാവ് ഏത് പറമ്പിലാന്ന് പറഞ്ഞ? എന്റെ പറമ്പിന്റെ അടുത്ത്. അതായത് അവറാന്റെ പറമ്പ്. അച്ഛൻ അയാൾ വർഷം കൂടുന്നേ കഴിഞ്ഞ വെളിപ്പെടുന്ന വീട്ടിൽ വന്നപ്പോ ഈ പഴയ കാര്യം പറഞ്ഞ് നിൽക്കണം. ഒരു കാര്യം ചെയ്യും, രണ്ടുപേര് ചക്ക അങ്ങ് വീതിച്ചെടുത്തു. നടക്കത്തില്ല. അത് പറ്റുന്ന പരിപാടിയല്ല. അത് പറ്റത്തില്ല. ഞാൻ പറയുവാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ജോസ്മാനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. ഇതിനൊരു പരിഹാരമായിട്ട് ഈ ചക്ക പള്ളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതെങ്ങനെ കാനാച്ചാ? പള്ളിക്ക് ചുമ്മാ ചക്ക തരാൻ പറ്റുമോ? അത് പട്ടത്തിൽ ഇടിച്ചു. ഒരു കാര്യം ചെയ്യും, ജോസോന്റെ വീതം ചക്ക പള്ളിക്ക് നേരത്തെ എടുത്തു. ഞാനൊരു കാര്യം പറയാം. നമുക്ക് ചക്ക ഇവിടെ നേരത്തെ ഇടാം. അപ്പൊ രണ്ടുപേരും വീച്ചെടുക്കുകയും ചെയ്യാം. ചിലവാക്കുന്നവർ ചിലവാക്കാം. നേരത്തെ ഇടുന്നോ നേരത്തെ ഇട്ടെ. ജോസ്മാൻ എന്താ പറയുക? അത് നമുക്ക് അല്ല ആലോചന കാശ് കിട്ടുമല്ലോ. അച്ഛാ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ലോ. നമുക്ക് ചെയ്യാം. എനിക്ക് സമ്മതം. സമ്മതിച്ചേരും. ഞാൻ സമ്മതിച്ചു. എന്നാ പിന്നെ അങ്ങനെ ഈ ചക്ക നമ്മൾ ലേലത്തിന് വെക്കുന്നു. പണ്ടൊരു ചക്കപ്പഴത്തിനു വേണ്ടിയും വമ്പനലമ്പു നടന്നേ. പണ്ടൊരു ചക്കപ്പഴത്തിനു വേണ്ടിയും വമ്പനലമ്പു നടന്നേ. വേണമെങ്കിലേ നമുക്ക് ലേലം. നിങ്ങൾക്ക് അറിയാലോ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ചക്ക നമ്മൾ ലേലത്തിന് വെക്കുക. ഈ ചക്കയെ പറ്റി പറഞ്ഞാണല്ലോ നല്ല മധുരമുള്ള ചക്കയാണ്. ഒരു ചോളം കഴിച്ചാൽ മതി. പിന്നെ അത് മുഴുവൻ കഴിച്ചിട്ടേ ആൾക്കാർ പോകത്തുള്ളൂ. മേടിക്കുന്ന ആള് നമ്മുടെ പാസിച്ചേട്ടൻ അറിയാലോ. സിൽവാദന പാസിച്ചേട്ടൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഈ ചക്ക മേടിച്ചോണ്ട് പോകുന്നവർക്ക് ഒരു പ്രയോജനം വേണ്ടേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ചക്ക കൊണ്ടുപോകുന്നവർക്കുണ്ടല്ലോ നല്ല തേങ്ങായും മുളക് വരച്ച് പിടിക്കാൻ കൊള്ളാം. പിടിക്കാൻ കൊള്ളാം. അച്ഛന് കുമ്പിൾ വലിയ ഇഷ്ടമാണ്. ഒന്ന് പറഞ്ഞോട്ടെ മെമ്പറെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ ചക്ക കുമ്പിൾ പിടിക്കാൻ കൊള്ളാം, അടയുണ്ടാക്കാൻ കൊള്ളാം. ഇതേ മത്സരം ചേച്ചി പുട്ട് പിടിക്കാൻ കഴിക്കുന്നു. ശരി 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 നമുക്ക് ലേലത്തിലേക്ക് കിടക്കാം. അച്ഛാ തുടങ്ങാം. ചക്കയുടെ തലവലയായിട്ട് 25 രൂപയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 25 രൂപയ്ക്കാണ് ലേലം ആരംഭിക്കുന്നത്. 25 രൂപ ഒരു തരം. 29 രൂപ. അപ്രച്ചൻ 29 രൂപ വിളിച്ചിരിക്കുന്നു. 29 രൂപ അപ്രച്ചൻ വിളിച്ചിരിക്കുന്നു. 32 രൂപ. 32 രൂപ ഒരു തരം. 32 രൂപ രണ്ട് തരം. 35 രൂപ. ബിനോയ് തുടിയബ്ലാക്കൽ വിളിച്ചിരിക്കുന്നു. 35 രൂപ. 35 രൂപ. ബിനോയ് 35 രൂപ. 35 രൂപ ഒരു തരം. 40 രൂപ. 40 രൂപ. മാണക്കലെ അന്തോണി ചേട്ടന് 40 രൂപ വിളിച്ചിരിക്കുന്നു. അന്തോണി ചായ 40 രൂപ ഒരു തരം. 40 രൂപ രണ്ട് തരം. 42 രൂപ. 42 രൂപ. 42 രൂപ ഒരു തരം. 42 രൂപ രണ്ട് തരം. എത്രയാ? 48. വത്സല ചേച്ചി 48 രൂപ വിളിച്ചിരിക്കുന്നു. വത്സല ചേച്ചി 48 രൂപ. 48 രൂപ ഒരു തരം. വത്സല ചേച്ചി വിളിക്കുന്നു. 48 രൂപ രണ്ട് തരം. വത്സല ചേച്ചി ഉറപ്പിക്കാൻ പോവാ. 150 രൂപ. പറയട്ടെ. വീട്ടുകാർക്ക് ലേലം വിളിക്കാൻ പറ്റുന്നതല്ലായിരിക്കും. അപ്പോ ലേലം തുടങ്ങാലോ. മറിയാമ്മ രൂപ. 50 രൂപ ഒരു തരം. 50 രൂപ ഒരു തരം. 50 രൂപ രണ്ട് തരം. 58 രൂപ. 58 രൂപ മെമ്പറെ ഒരു തരം. 58 രൂപ രണ്ട് തരം. 61 ജോമോൻ 61 രൂപ ഒരു തരം. 61 രൂപ രണ്ട് തരം. 62 രൂപ. 62 രൂപ ഒരു തരം. ഉറപ്പിക്കാൻ പോവുക. 62 രൂപ രണ്ട് തരം. 63 രൂപ. 63 രൂപ. 63 രൂപ ഒരു തരം. 63 രൂപ രണ്ട് തരം. ഉറപ്പിക്കാൻ പോവുക. 63 രൂപ. 63 രൂപ. 63 രൂപ. 63 രൂപ മൂന്ന് തരം. 63 രൂപയ്ക്ക് ചക്ക പിടിച്ചു. അല്ല ഈ അച്ഛാ ഈ 63 രൂപ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ വീതിച്ചെടുക്കുന്നു? അത് ശരിയാണല്ലോ. എങ്ങനെയാണെങ്കിലും എനിക്ക് എന്റെ പങ്ക് കിട്ടിയിരിക്കണം. 63 രൂപയ്ക്ക് എത്തി ആരും വിളിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ ഉറപ്പിച്ചത്. അത് എനിക്കറിയണ്ട. എനിക്ക് പങ്ക് കിട്ടി. അല്ല ഒരു കാര്യം ചെയ്യാം. ഞാൻ 1 രൂപ ഇട്ടിട്ട് 64. അത് ശരിയല്ല. എനിക്ക് ആവശ്യപ്പെടാത്ത ഒരു പോലും എനിക്ക് വേണം. ഞങ്ങൾ കുടുംബക്കാർക്ക് സമ്മതം ഇല്ല. എനിക്ക് പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. താൻ അവറാചേട്ടൻ കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി. അതെന്നെ വർത്താനോ? അല്ലാതെ അതെന്നെ വർത്താനോ? എന്നാ പറഞ്ഞു തന്നെ അയാൾ അവറാചേട്ടൻ ഞാൻ താനും ഞാൻ വർത്തനം. അതേടാ നീ വർത്തന. അതറിയാം. അതിന്റെ വലിയ കാട് കയറി വെട്ടി തെളിച്ചെടുത്തോ. ആ വലിയ കുടിച്ചിട്ട് പ്ലാവ് ഈ ചക്ക. ഔവേ അതിന്റെ വലിയ മറ്റേ ഈ നാട്ടുകാർക്ക് അറിയാം. എന്താ എന്നെ തല്ലരുത്. ഇതെന്നാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്?
എന്താ ഇടപെടാണോ ജോസ്മോനെ കല്ല് താഴെ ഇടാ. അല്ല കല്ല എന്താ ഇത് ചെയ്യണേ. എടാ കല്ല് താഴെ ഇട്. ഉസ്മാനെ അടങ്ങ്. ഏതു പ്ലാവിലെ ചക്കയാണ് അല്ലെങ്കിൽ ഞാൻ ദേ മനുഷ്യ നിങ്ങൾ വരുന്നോ പള്ളി മണി ഞാൻ വീട്ടിൽ പോകും ഞാനിവിടെ ഇരുന്നോളാം. നീ കാന്താരി പിടിച്ചു വെച്ചോ ചക്കയ്ക്ക്. ജോസോനെ ആ കാപ്പിയുടെയും ആ ബിസ്ക്കറ്റിന്റെ ആ പൈസ എങ്ങനെ കൊടുക്കണമായിരുന്നല്ലോ. അതിപ്പോ പൈസ ഇപ്പോ അതോട് അവിടെ ആ സൂസൻ അവിടെ നിന്ന് മേടിച്ചു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ശരി ശരി. അതെ പകുതി മേടിച്ചാൽ മതി കേട്ടോ, ബാക്കി തന്നേക്കാം. പകുതി മേടിച്ചാൽ മതി, ബാക്കി തന്നേക്കാം. ആ ശരി ശരി ശരി. അത്താഴം കഴിക്കാൻ നേരമായല്ലോ. ബീഫാണോ ദൈവമേ? നല്ല മണം. നല്ല ചക്കയാ. ഇവരെ വീട്ടിൽ കൊണ്ട് മാറി. വിശക്കുന്നുണ്ടോ? പറഞ്ഞിട്ട് വിശക്കുന്നുണ്ടോ? തമ്മി തല്ലി ചത്താലുമുണ്ട് മുക്കിൻ തുമ്പത്താ ചൂട്. എന്നാലും മുക്കിന് മുമ്പേ വയറു തന്നെ നാട്ടാരെ. എന്നാലും മുക്കിന് മുമ്പേ വയറു തന്നെ നാട്ടാരെ. തന്നന്നാന തന്നാനെ തന്നന്നാന തന്നാനെ. അവറാഞ്ചേട്ടാ ജോസ്മോനെ എഴുന്നേറ്റ്. ചക്ക എന്തേടാ? ചക്ക ഞങ്ങൾ തിന്ന് മുഴുവൻ. ഇന്നു മോനിച്ചില്ല ചക്ക വീണ് കിടക്കുന്നു. ഈ പ്ലാവ് ആരുടെയാന്നാ പറഞ്ഞ്? പണ്ടൊരു ചക്കപ്പഴത്തിനു വേണ്ടിയും വമ്പനലമ്പു